നല്ല പടമാണ്. ഒരുപാട് ചിരിക്കാൻ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഡിജോ ചേട്ടൻ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി അത് എന്തായാലും ഉണ്ട്. ഒരു ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിവിൻ പോളി നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇതിൽ ശരിക്കും തിരിച്ചു വന്നു. അടിപൊളിയാണ്. ധ്യാൻ ചേട്ടൻ എല്ലാവരും കൊള്ളാം. നല്ല പടം. കുറേ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു പിടുത്തം കിട്ടില്ല. പക്ഷേ വെറൈറ്റി ഒരു സബ്ജക്റ്റാണ്. നല്ലൊരു മൂവിയാണ്. നല്ല ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ഫീൽ ചെയ്യുന്നത് ഇന്ന് നടക്കുന്ന പല രാഷ്ട്രീയ ഇതിൻ്റെ അതായത് മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ അതൊക്കെ വരച്ച് കാണിക്കുന്നൊരു പുതിയ സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമ. നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് വളരെ നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് വിചാരിച്ചാൽ ഇമോഷണൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ നല്ലതായിരുന്നു. പോലെ നല്ലതായിരുന്നു. ഞാൻ നല്ലത് തന്നെയായിരുന്നു. കോമഡിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ഇമോഷണലുമാണ്. സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ഇമോഷണലാണ്. പക്ഷേ നല്ലതാണ്. നല്ല പടമാണ്. എല്ലാവരും കണ്ടിട്ടൊക്കെ നല്ല സിനിമ കേട്ടോ. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇൻ്റർവ്യൂവിൽ ഒരു ചെറിയൊരു ലാഗ് തോന്നി. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് വളരെ നന്നാക്കി എടുത്തു. ഒരു ഭരണഘടനയിൽ മതം കയറിയാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ദൂഷ്യമാണ് പറയുന്നത്. ഒരു നല്ല ഫീൽ ഗുഡ് മൂവി. ധ്യാൻ നന്നായിട്ടുണ്ട്. പിന്നെ സലീം കുമാർ പിന്നെ ഒരു സീനുള്ളെങ്കിലും നമ്മുടെ പുള്ളി ഷൈൻ ടോം നന്നായിട്ടുണ്ട് കേട്ടോ. ഉഗ്രനായിട്ടുണ്ട്. നല്ല സിനിമ. നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അവർ. നന്നായിട്ടുണ്ട്. അടിപൊളി. സൂപ്പർ. അപ്പോൾ എല്ലാവരും കാണും. വളരെ ഗംഭീരം. വീണ്ടും ഒരു മെസ്സേജുള്ളൊരു പടം. ഗംഭീര ഒരു പെർഫോമൻസാണ് നിവിൻ പോളിയുടെ. ഡിജോ ചേട്ടൻ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. ഗംഭീരമുണ്ട്. ഒരു മെസ്സേജുള്ളൊരു പടമാണ്. ഹ്യൂമർ മാത്രമല്ല. അതല്ലാതെ ഒരു സാധനം സെക്കൻഡ് ഹാഫിലുണ്ട്. അത് നിങ്ങൾ കണ്ടു വിലയിരുത്തേണ്ടതാണ്. ഓക്കെ. നല്ലോണം ഉണ്ട്. തമിഴാണ് പക്ഷെ ഞാൻ രസിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കാര്യങ്ങൾ അടിപൊളി. ഹിറ്റും അല്ല തമാശയും മോട്ടിവേഷനും എല്ലാം കൂടി മിക്സ്ഡാണ്. എനിക്ക് ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളി ചേട്ടന്റെയും കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. നിർമ്മിച്ച സിനിമയാണ്. വരുന്നുണ്ട്. ഒരു നല്ല സിനിമയായിരിക്കും. എല്ലാവരും പടം കണ്ടു ഇതേപോലെ നിങ്ങൾക്ക് എന്ത് തോന്നിയോ അതേപോലെ വികാരങ്ങൾ അഭിപ്രായങ്ങൾ പുറത്ത് പറയാം. ഹാപ്പിയായിട്ട് എൻജോയ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട്. ചേട്ടാ ടീസർ വന്നപ്പോഴും അല്ലെങ്കിൽ അനൗൺസ്മെന്റ് വീഡിയോ വന്നപ്പോഴും എല്ലാവരും ഡിജോ ചേട്ടൻ മാറ്റി പിടിക്കുക. ഒരു സീരീസ് അല്ലെ പൊളിറ്റിക്കൽ ഇഷ്യൂ മാറ്റി ഫുൾ കോമഡി എന്റർടൈനർ പിടിക്കുന്നത്. ഒരു സിനിമ കണ്ട സെക്കൻഡ് ഹാഫിൽ നേരെ എന്താണോ ഡിജോ അതിന്റെ എക്സ്ട്രീമിൽ നമുക്ക് വീണ്ടും കിട്ടി. നിങ്ങൾക്ക് ആ ഒരു വികാരം കിട്ടിയെങ്കിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഹാപ്പിയായിട്ട്. മലയാളി ഫാം. താങ്ക് യു. ഞാൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ. അപ്പോൾ അത് ജനങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു. അതും ഈ ഫസ്റ്റ് ഷോയിലൊന്നും കറക്റ്റ് റിവ്യൂ കിട്ടില്ല. അത് ഏത് സിനിമയുടെ ആണെങ്കിലും സെക്കൻഡ് ഷോ അല്ലെങ്കിൽ തേർഡ് ഷോയിൽ ജനങ്ങളുടെ കറക്റ്റ് റിവ്യൂ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഫസ്റ്റിൽ കൂടുതലും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, ക്രൂ മെമ്പേഴ്സ് അവരൊക്കെ ആയിരിക്കും. സോ സെക്കൻഡ് ആൻഡ് തേർഡ് നിങ്ങളൊന്ന് ധ്യാനായിട്ട് എനിക്ക് 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷൻ നീവിനുമായിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ധ്യാനായിട്ട് കുറച്ച് ദിവസം 2 ദിവസം ഉണ്ടായിരുന്നു. ഫണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം സെൻറ്റിമെൻറ്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിവിൻ ഫുൾ ടൈം ഭയങ്കര ജോളിയും തമാശയും ഫണ്ണുമാണ്. പെർഫോമൻസ് വൈസായാലും ഡയറക്ഷൻ ആയാലും എന്തായാലും നല്ലോണം കിടിലായിട്ട് നിൽക്കണ്ടേ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ നാട്ടുമ്പുറത്ത് ജോലിയില്ലായ്മയായിട്ടുള്ള നടക്കുന്ന 2 പേര് അത് പാർട്ടിക്കാരനോ അങ്ങനത്തെ രീതിയിലാണ് വന്നേക്കുന്നത്. അതൊക്കെ രസമായിട്ട് അതായത് എല്ലാ തരം പാർട്ടീനെയും ഇതിൽ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വേറെ വേറെ പേരുകളിലായിട്ട് വന്നേക്കണേ. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് തന്നെ ആടുജീവിതം സിനിമയുടെ ചെറിയൊരു കട്ടായിട്ട് വന്നിട്ടുണ്ട്. ആടുജീവിതം പോലെയല്ല, അതേപോലെ സീരിയസ് കഥയല്ല. ഇതൊരു കോമഡി ട്രാക്കിൽ പോണത്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ നിവിൻ പോളിയുടെ ഗംഭീര പെർഫോമൻസ്. അതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അഗ്നിചിറകുകൾ
അതൊക്കെ ശരിക്കും നമുക്കൊരു മോട്ടിവേഷൻ തന്നെ പോലെ വന്നിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചമെന്ന് ഞാൻ പറയും. പടം കൊള്ളാം. അടിപൊളി പടമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. ഇതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചാൽ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും പറയുന്നത് തന്നെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ഡിജോ സാറിൻ്റെ ഡയറക്ഷൻ ഞാനിവിടെ പിന്നെ നിവിൻ പോളി ഒരു പഴയൊരു ഇതൊക്കെ ആയിട്ട് നമുക്ക് ആ ക്യാരക്ടറൊക്കെ യോജിച്ചു പോകുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനെ കുറിച്ചുള്ളൊരു വിഷയമുണ്ട് ഇതിൻ്റെ. ഏതായാലും കുഴപ്പമില്ല, അത് വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും വന്ന് ധൈര്യപൂർവ്വം വന്ന് കാണാം. കാരണം വിദേശത്ത് പോയി ബുദ്ധിമുട്ടുന്ന തൊഴിലില്ലാത്തവരൊരു സംഭവം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു പടമാണ്. എന്തായാലും എല്ലാവർക്കും വന്ന് കാണാൻ ധൈര്യമായിട്ട് കാണാം. എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ മോക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് നല്ല കോമഡി രീതിയിൽ. സത്യം പറഞ്ഞാൽ അജുവിൻ്റെ ഇതിൻ്റെ ആ ഒരു കോംബോ അല്ല, അതിനകത്ത് തന്നെ ധ്യാനം ഒന്നും, പക്ഷേ ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ച് സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ധ്യാൻ വാസ് ഓക്കെ. ബട്ട് സെക്കൻഡ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഈ ഒരു ഫ്ലോയിൽ പോയപ്പോൾ സെക്കൻഡ് ഹാഫ് വിചാരിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ട അവരുടെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു തീപ്പൊരി. പക്ഷെ ഇതിനകത്ത് ഇതോടെ പക്ഷേ ജനപരമണിയിൽ അങ്ങനെ ഇതിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. മറ്റേ വർഷങ്ങൾക്ക് ശേഷം കോമഡി മാത്രമാണ്, ഇന്ന് കോമഡി സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. രണ്ട് കാര്യമുണ്ട്, മെസ്സേജും ഉണ്ട്, അതോടൊപ്പം എൻ്റർടൈനറുമാണ്. എന്തായാലും ഭയങ്കര ഹിറ്റായിരിക്കും. ദിവിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. അഭിമാനിക്കുക, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടെന്ന് പറയേണ്ട ആ പേര് പോലെ തന്നെയാണ് പടം. നല്ല മക്കൾ. നിവിൻ പോളി നായകനായിട്ട് തിരിച്ചുവരവ് ആഘോഷമാക്കിയ ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും തമാശയുടെ അദ്ദേഹത്തിൻ്റെ തമാശയാണ് കൂടുതൽ നമ്മൾ കണ്ട് വഴങ്ങിയേക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ചിത്രത്തിൽ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ധ്യാൻ ഒരുപാട് സിനിമയിൽ കോമഡി പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്ത് അദ്ദേഹത്തിന് കൂട്ടായിട്ട് നല്ലൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് നിവിൻ ശരിക്കും അവിടെ നിന്നൊക്കെ മാറിപ്പോയിട്ട് ഭയങ്കരമായിട്ട് ഒരു ടോർച്ചറിങ് അനുഭവിക്കുന്ന പോലെയായിരുന്നു തുടക്കത്തിൽ. പിന്നെ അതൊക്കെ ഓക്കെ ആയി, നല്ലൊരു രീതിയിലായി വന്നു. നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക് യു. മൂവി ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം നമ്മൾ ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് ടീസറിലുണ്ടായിരുന്നു, നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയെ പോലെ ആയിരിക്കില്ല ഈ സിനിമ. കാരണം കംപ്ലീറ്റ് ഒരു കോമഡി പാക്കേജാണോ എന്ന് ചോദിച്ചാലല്ല, കോമഡിയിലൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതിഗംഭീരമായിട്ട് പറഞ്ഞിട്ട് ചില സീനുകൾ വളരെ ഹൃദയസ്പർശിയായ സീനുകളുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മളാണെന്ന് ചില സമയത്ത് നമ്മളാണെന്ന് തോന്നിപ്പോകും. പുറത്ത് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന കുറേ പ്രവാസികളുണ്ട് നമ്മുടെ മലയാളികളിൽ. അവർക്കെല്ലാം ഒരുപാട് കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. കാരണം അവരൊക്കെ കേൾക്കുന്നുണ്ട് മലയാളി പറ്റിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മലയാളികൾ എന്താണെന്ന് ഈ സിനിമയിലൂടെ കാണിച്ചു തരാൻ ഷാരിസ് മുഹമ്മദിനും അതുപോലെ ഡിജോസ് ആൻ്റണിക്കും കഴിഞ്ഞിട്ടുണ്ട്. നിവിൻ ചേട്ടനാണെങ്കിലും കോമഡി അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നീമ്പോളുടെ ഒരു മലയാള ചിത്രം ഇറങ്ങിയിരിക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യ അവരുടെ കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത് പ്രൊമോഷൻ വേണ്ടി. അപ്പോൾ നീമ്പോളുടെ ഒരു ആരാധന എന്ന നിലയിൽ ഒരു മികച്ച നിൽക്കുന്ന സിനിമയാണ്. കാരണം അത് വ്യത്യസ്തം നിറഞ്ഞ ഒരു അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നീമ്പോളുടെ ദാരുണ്യമായിട്ടുള്ള അഭിനയമാണ്. തുറമുഖം എന്ന സിനിമയ്ക്കും 1983 ശേഷം അത് വ്യത്യസ്തമായിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള റോളാണ്. കാരണം കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, നർമ്മമുഹൂർത്തങ്ങളുണ്ട്.